ഹായ് ഓൾ, വെൽക്കം ടു എജുസ് അക്കാഡമി. എജുസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റെയിൽവേ 2024 ലാബ് അസിസ്റ്റന്റ് ഗ്രേഡ് 2ന്റെ നോട്ടിഫിക്കേഷൻ വന്നത് എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ പലർക്കും നമുക്കറിയാം ഈ ഒരു എക്സാമിന് 70 മാർക്കിന് എന്താണ് ചോദിക്കുന്നത്, നമ്മുടെ പ്രൊഫഷണൽ എബിലിറ്റിയും ബാക്കി 30 മാർക്കിന് നമ്മുടെ ജനറൽ അവയർനെസ്സുമാണ്, ജനറൽ നോളജുമാണ് ചോദിക്കുന്നത്. അപ്പൊ പലർക്കും അതെങ്ങനെ പഠിക്കണം, എന്താണ് അതിന്റെ സിലബസ്, എന്താണ് അതിന്റെ സിലബസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു എക്സാമിന്റെ റെയിൽവേ ലാബ് അസിസ്റ്റന്റ് ഗ്രേഡ് 2ന്റെ സിലബസ് ഡീറ്റെയിൽസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആരെങ്കിലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലാബ് ടെക്നീഷ്യനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻസും മറ്റ് അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ഈ ഒരു ചാനൽ വഴി ലഭിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ലിങ്ക് യൂസ് ചെയ്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്തിട്ടുള്ള ലിങ്ക് യൂസ് ചെയ്ത് കമ്മ്യൂണിറ്റിയിലും കൂടെ ജോയിൻ ചെയ്യാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ നമുക്ക് ഡീറ്റെയിൽസിലോട്ട് പോവാം. അപ്പൊ ഇതാണ് നമ്മുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷന്റെ ഒരു ഫസ്റ്റ് പേജ് എന്ന് പറയുന്നത്. നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറയുന്നത്, ആപ്ലിക്കേഷൻ കൊടുത്തു തുടങ്ങേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് 17/8/2024 അതുപോലെ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 16/9/2024 ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു റെയിൽവേ ലാബ് അസിസ്റ്റന്റ് ഗ്രേഡ് 2ന്റെ എക്സാം നിങ്ങൾ ആരെങ്കിലും എഴുതാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. നെക്സ്റ്റ് നമ്മുടെ എക്സാം സിലബസ് നമുക്കറിയാം. 70 മാർക്കിന് പ്രൊഫഷണൽ എബിലിറ്റി, 30 മാർക്കിന് ജനറൽ നോളജുമാണ് ചോദിക്കുന്നത്. ആ 30 മാർക്കാണ് നമ്മുടെ റാങ്ക് മേക്കിംഗ് മാർക്കായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ജനറൽ അവയർനെസ് 10 മാർക്കിനും, ജനറൽ അരിത്തമാറ്റിക്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 10 മാർക്കിനും, ജനറൽ സയൻസ് 10 മാർക്കിനുമായിട്ട് ആണ് ചോദിക്കുന്നത്. നമുക്കറിയാം എന്താണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രൊഫഷണൽ എബിലിറ്റി നമ്മുടെ PSC പോലുള്ള എക്സാംസ് അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്ക് അതിനെക്കുറിച്ച് ചെറിയൊരു ധാരണ ഉണ്ടാവും. പക്ഷേ എജുസ് അക്കാഡമിയിൽ പ്രൊഫഷണൽ എബിലിറ്റി, അതായത് MLTയുടെ സബ്ജക്റ്റുകൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് എക്സ്പെർട്ട് ഫാക്കൽറ്റി ടീമിന്റെ നേതൃത്വത്തിലാണ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്ത് പോകുന്നത്. നമ്മുടെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് ഈ ഒരു പ്രൊഫഷണൽ എബിലിറ്റിയിൽ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് വരുന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. Okay, professional knowledge is first one anatomy, then physiology, biochemistry, fundamentals of medical laboratory technology, then microbiology, and the next one clinical biochemistry and pathology and histopathology, then hematology and blood bank. Okay, അപ്പോൾ ഇത്രയും പോർഷൻസ് ആണ് നിങ്ങൾക്ക് പ്രൊഫഷണൽ നോളജിൽ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ജനറൽ അവയർനെസ് ആണ്. അപ്പൊ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ കുറച്ച് മാർക്കിനാണ് നിങ്ങൾക്ക് ചോദിക്കുന്നതെങ്കിൽ പോലും വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. നോളജ് ഓഫ് കറന്റ് അഫയേഴ്സ്, ദെൻ ജനറൽ സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്സ്, ഇന്ത്യൻ ജോഗ്രഫി, സ്പോർട്സ്, culture and history of India, then environmental issues concerning India and the world, Indian polity and constitution, Indian economy, books and authors, days and events, government schemes. അപ്പൊ ഈ ഒരു പേര് വായിക്കുമ്പോൾ തന്നെ അറിയാം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ എജുസ് അക്കാഡമിയിൽ ജനറൽ PSC രംഗത്തെ മികച്ച അധ്യാപകരാണ് ഈ ഒരു ഏരിയ നിങ്ങൾക്ക് വേണ്ടി കൈകാര്യം ചെയ്യുന്നത്. ജനറൽ അവയർനെസിന്റെ ക്ലാസ്സുകളുടെ ഒരു ഡെമോ വീഡിയോ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ലിങ്ക് യൂസ് ചെയ്ത് കാണുമ്പോൾ മനസ്സിലാകും എത്ര ഭംഗിയായിട്ടാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് ക്ലാസ്സുകൾ എടുത്തു പോകുന്നുള്ളത്. ഓക്കെ, അപ്പൊ എല്ലാവരും അത് കയറി കാണാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് നമുക്ക് റീസണിങ് ആണ്. റീസണിങ്ങിന്റെ അകത്ത് ഇത്രയും ടോപ്പിക്സുകളുണ്ട്. അപ്പൊ നമുക്കിത് കാണുമ്പോൾ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. മോനോലോഗിസ്, റിലേഷൻഷിപ്പ്, ആൽഫബറ്റിക്കൽ ആൻഡ് നമ്പർ സീരീസ്, സിലോഗിസം, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, ജംബ്ലിംഗ്, സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ്, അങ്ങനെ എക്സെട്ര ഇത്രയും ടോപ്പിക്സ് ഇതിന്റെ അകത്ത് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് പേര് കാണുമ്പോൾ ഇത് നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു ടെൻഷൻ വേണ്ട. അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് റീസണിങ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രൊഫഷണൽ എബിലിറ്റിയുടെ അത്ര പോലും നിങ്ങൾക്ക് പാടായിട്ട് വരുന്നില്ല. നമ്മൾ ഓരോന്നായിട്ട് എന്താണെന്നുള്ളത് പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കേണ്ട ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഈസി ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാനായിട്ടും ഇതിൽ നിന്ന് 10 മാർക്ക് 9 മാർക്ക് വരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ്. പക്ഷെ എന്താണ് നമ്മൾ ഇതിന്റെ കൺസെപ്റ്റും ഇതിന്റെ ബേസിക്സും അറിയണം. അപ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എജുസ് അക്കാഡമിയിൽ ഈ ഒരു ഏരിയയിൽ നമ്മൾ ക്ലാസ്സുകൾ എടുത്തു പോകുന്നുണ്ട്. നമുക്ക്
നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഇതിൽ നിന്ന് ഓരോന്നോരോ എക്സാമ്പിൾ കാണിച്ചു തരാം. ജസ്റ്റ് കൺസെപ്റ്റ് എന്താണ് അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ അല്ലെങ്കിൽ ഒരു ഈസിനെസ് ലെവൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് വൺ നമ്മുടെ റീസണിംഗിനകത്ത് വരുന്ന ഫസ്റ്റ് ടോപ്പിക്കാണ് ഈ അനലോഗീസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു എക്സാമ്പിൾ നമുക്ക് എക്സാമ്പിളിലൂടെ എന്താണ് കാര്യം എന്നുള്ളത് മനസ്സിലാക്കി തരാം. ക്വസ്റ്റ്യൻ വരുന്നത് ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കൂടെയാണ്. ഓക്കെ, അപ്പൊ വെയിൻ ഈസ് ടു ബ്ലഡ്, വെയിൻ ഈസ് ടു ക്യാരി ബ്ലഡ് ആൻഡ് നെർവ് ഈസ് ടു എന്താണ്? അപ്പൊ നമുക്കറിയാം വെയിനിൽ കൂടെയാണ് ബ്ലഡ് ക്യാരി ചെയ്യുന്നത്. അപ്പൊ നെർവ് എന്താണ് ക്യാരി ചെയ്യുന്നത്? ഓക്കെ, അപ്പൊ നമുക്ക് ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് നോക്കേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. അപ്പൊ തന്നെ നമുക്ക് കാര്യം മനസ്സിലാകും. നെർവ് വെയിൻ ബ്ലഡ് ആണ് ക്യാരി ചെയ്യുന്നതെങ്കിൽ ഓഫ് കോഴ്സ് എന്തായിരിക്കും നെർവ് ക്യാരി ചെയ്യുന്നത്? സിഗ്നൽ ആയിരിക്കും. വേറെ ഓപ്ഷൻസ് മസിലാണോ? അല്ല. ബ്രെയിൻ ആണോ? അല്ല. സെല്ലാണോ? അല്ല. അപ്പോൾ ഈ ഒരു അനലോഗിയുടെ എന്താണ് അനലോഗി എന്ന് പറയുന്നത്? അതിന്റെ ഡെഫിനിഷൻ നോക്കാം. അനലോഗി ഇസ് ജസ്റ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു പെയേഴ്സ് ഓഫ് വേർഡ്സ്. രണ്ട് പെയേഴ്സ് ഓഫ് വേർഡ്സിന്റെ റിലേഷൻഷിപ്പ് പറയുന്നതാണ് ഈ അനലോഗീസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതൊരു സിമ്പിൾ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ച് നമ്മുടെ എജ്യൂസ് അക്കാഡമിയിൽ സിമ്പിൾ ടു കോംപ്ലക്സ് ലെവലിലെ ക്വസ്റ്റ്യൻസ് വരെ വളരെ കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് റീസണിങ്ങിലെ തന്നെ മറ്റൊരു ഏരിയ നമുക്ക് നോക്കാം. സിലോഗിസം എന്ന് പറയുന്നത്. സിലോഗിസം ഇസ് എ ഫോം ഓഫ് ലോജിക്കൽ റീസണിങ് വേർ എ കൺക്ലൂഷൻ ഈസ് ഡ്രോൺ ഫ്രം ടു പെർമിസസ്. രണ്ട് പെർമിസസ് ഉണ്ടാവും. പെർമിസസ് എന്താണെന്ന് നമുക്ക് പറയാം. രണ്ട് പെർമിസസ് ഉണ്ടാവും, നിങ്ങൾക്ക് തരും. ആ പെർമിസസിൽ നിന്ന് നിങ്ങൾ ഒരു കൺക്ലൂഷനിൽ എത്തിപ്പെടുക. അതാണ് സിലോഗിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. താഴോട്ട് നോക്കാം. ടിപ്പിക്കലി എ മേജർ പ്രിമൈസ് ആൻഡ് മൈനർ പ്രിമൈസ്. ഒരു മേജർ പ്രിമൈസും ഒരു മൈനർ പ്രിമൈസും കാണും. ആ മേജർ പ്രിമൈസിൽ നിന്നും മൈനർ പ്രിമൈസിൽ നിന്നും നിങ്ങളൊരു ലോജിക്കൽ കൺക്ലൂഷൻ ഡെഡ്യൂസ് ചെയ്ത് എടുക്കുക. അതാണ് സിലോഗിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ കൺക്ലൂഷൻ ഈസ് എ ലോജിക്കൽ ഡിഡക്ഷൻ ബേസ്ഡ് ഓൺ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പ്രിമിസസ്. ഈ മൈനർ പ്രിമൈസിൽ നിന്നും ഒരു മേജർ പ്രിമൈസിൽ നിന്നും നിങ്ങളൊരു കൺക്ലൂഷനെ ഡെഡ്യൂസ് ചെയ്ത് എടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ചിലപ്പോൾ ഈ ഒരു ഡെഫിനേഷൻ കാണുമ്പോൾ മനസ്സിലായെന്ന് വരില്ല. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കി നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ആക്കി തരാം. അപ്പൊ ഞാൻ പറഞ്ഞു രണ്ട് പ്രിമിസ് കാണുമെന്ന് പറഞ്ഞു, മേജറും മൈനറും. അപ്പൊ ഫസ്റ്റ് മേജർ പ്രിമിസ് നിങ്ങൾക്ക് തന്നിട്ട് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും. രണ്ട് പ്രിമിസ് തന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് കൺക്ലൂഷൻ നിങ്ങൾ ഡെഡ്യൂസ് ചെയ്ത് എടുക്കാം. അപ്പൊ നമുക്ക് നോക്കാം. മേജർ പ്രിമൈസ് എന്ന് പറയുന്നത് ഓൾ ബേർഡ്സ് ഹാവ് വിങ്സ്. എല്ലാ പക്ഷികൾക്കും ചിറകുണ്ട്. അതാണ് ജനറൽ ആയിട്ടുള്ള ഒരു മേജർ പ്രിമൈസ് എന്ന് പറയുന്നത്. ദ മൈനർ പ്രിമൈസ് ഈസ് എ പെൻഗ്വിൻ ഈസ് എ ബേർഡ്. അപ്പൊ എന്താണ്? പെൻഗ്വിൻ ഒരു പക്ഷിയാണ്. മുകളിൽ തന്നിട്ടുള്ളത് എല്ലാ പക്ഷികൾക്കും ചിറകുണ്ട്. താഴെ തന്നിട്ടുള്ളത് മൈനർ പ്രിമൈസ് എന്ന് പറയുന്നത് പെൻഗ്വിൻ ഈസ് എ ബേർഡ്. പെൻഗ്വിൻ ഒരു പക്ഷിയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിച്ചെടുക്കേണ്ട കൺക്ലൂഷൻ എന്ന് പറയുന്നത് therefore a penguin has wings. എല്ലാ പക്ഷികൾക്കും ചിറകുണ്ടെന്ന് പറഞ്ഞു. പെൻഗ്വിൻ ഒരു പക്ഷിയാണെന്നും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ ഇതിൽ നിന്നും വരേണ്ട കൺക്ലൂഷൻ എന്താണ്? പെൻഗ്വിനും വിങ്സ് ഉണ്ട്. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിന്റെ കുറച്ചുകൂടെ ടഫ് ലെവൽ വരുന്നുണ്ട്. അപ്പോൾ കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ടഫ് ക്വസ്റ്റ്യനെയും നിങ്ങൾക്ക് ആൻസർ ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ, ആ ഒരു കൺസെപ്റ്റ് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ തന്നെ അറ്റൻഡ് ചെയ്ത് പോകാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ ടൈം മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ഒരു എക്സാമ്പിളൂടെ കാണിക്കാം. അതുകൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സിലോഗിസം എന്ന് പറയുന്ന ഒരു ഏരിയ നന്നായിട്ട് ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന മേജർ പ്രിമിസ് എന്ന് പറയുന്നത് ഓൾ ഫ്രൂട്ട്സ് ഹാവ് സീഡ്സ്. എല്ലാ ഫലങ്ങൾക്കും എന്തുണ്ട്? വിത്തുണ്ട്. മൈനർ പ്രിമിസ് എന്ന് പറയുന്നത് എ ടൊമാറ്റോ ഈസ് എ ഫ്രൂട്ട്. നമ്മുടെ ടൊമാറ്റോ എന്ന് പറയുന്നത് ഒരു ഫ്രൂട്ട് ആണ്. അപ്പൊ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനും കൂടെ ഒന്ന് മനസ്സിൽ വെക്കുക. അപ്പൊ നമ്മൾ എത്തുന്ന ലോജിക്കൽ കൺക്ലൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കാം? therefore a tomato has its seeds. ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ബാക്കി ഓപ്ഷൻസ് നോക്കാൻ മനസ്സിലാവും. വേറെ പ്രത്യേകിച്ച് റിലേഷൻ ഒന്നും ഇല്ല. അപ്പം
ഈ ഒരു ഏരിയ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതുപോലത്തെ എക്സാമ്പിൾസ് നമുക്ക് ചെയ്ത് പഠിച്ചാൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വരുന്നത് ജനറൽ അരിത്തമാറ്റിക് ആണ്. ഈ ജനറൽ അരിത്തമാറ്റിക്കിന്റെ ടോപ്പിക്കുകൾ നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിൽ 10th ലെവലിലൊക്കെ പഠിച്ച സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സുകൾ തന്നെയായിരിക്കും. ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്പർ സിസ്റ്റം, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, ബോർഡ് മാസ്, പെർസെൻറ്റേജ്, ഡെസിമൽസ്, മെൻസുറേഷൻ, ഫ്രാക്ഷൻസ്, എക്സെട്ര എക്സെട്ര. അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സുകൾ തന്നെയാണ് പോകുന്നത്. ഓക്കെ, നമുക്ക് ഇതിൽ വരുന്ന ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പൊ ഈ ഒരു ഏരിയ പഠിക്കണമെങ്കിൽ പോലും നമുക്ക് വളരെ എല്ലാവർക്കും മാത്സിനെ കുറിച്ച് 10th ക്ലാസ് ലെവൽ മാത്സ് എല്ലാവർക്കും അറിയാമായിരിക്കും. ദെൻ അങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് എന്താണ് ഈ ഒരു ഏരിയ മനസ്സിലാക്കാനായിട്ട് സിമ്പിൾ ടെക്നിക്സും കുറുക്ക് വഴികൾ, എളുപ്പ വഴികളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രോപ്പറായിട്ട് ട്രെയിനിങ് എടുത്തേ മതിയാകുള്ളൂ. അപ്പൊ നമുക്ക് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് 100 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ 90 മിനിറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ഏരിയയുടെ കുറുക്ക് വഴികൾ, സിമ്പിൾ ടെക്നിക്സ് നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഈസി ആയിട്ട് ചെയ്തു പോകാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ജനറൽ സയൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ജനറൽ സയൻസിന്റെ അകത്ത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, then സയൻസ് ഇൻ എവറിഡേ ലൈഫ്, എൻവയോൺമെന്റൽ സയൻസ്. ഈ ഒരു പോർഷനും നമ്മുടെ 10th ക്ലാസ് 10th ലെവൽ ക്ലാസ്സുകളിൽ വരുന്ന പോർഷൻസ് തന്നെയാണ് നമുക്ക് വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഈ ഒരു ഏരിയയിൽ നിന്ന് 10 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോ നമ്മുടെ റെയിൽവേ ലാബ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 എക്സാം എഴുതാനായിട്ട് ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് പഠിച്ചു തുടങ്ങി, ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. എഡ്യൂസ് അക്കാഡമിയുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഫ്രീ ഡെമോ ക്ലാസ്സുകൾ കാണുന്നതിനായി ഈ ഒരു നമ്പറിലോട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ്. ഒത്തിരി ഇൻസെന്റീവ്സും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പോസ്റ്റ് ആണ്. സാലറി സ്കെയിലൊക്കെ ഉള്ള ഒരു പോസ്റ്റ് ആണ്. അപ്പൊ ഡേറ്റ് നമ്മുടെ ഓപ്പണിംഗ് ഡേറ്റ് ആവുമ്പോൾ തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്ലൈ ചെയ്യാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.